ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ജോബ് കോളിൽ പറഞ്ഞവർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, സൈലൻസർ ചെക്കപ്പ്, അതായത് ബാക്ക് സൈഡ് കവറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ സൗണ്ട് പറയുന്നുണ്ട്, മൈലേജ് ട്യൂണിങ്, വാട്ടർ സർവീസ്, ബസ്സർ ഇടയ്ക്ക് വർക്കാവുള്ള എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഇളക്കം, ചോക്കിൻ്റെ കേബിൾ നോക്കണം, അതേപോലെ സ്പീഡോമീറ്റർ കേബിൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട്. അത് ബ്രേക്ക് ക്യാമിൻ്റെ ചെറിയൊരു സൗണ്ടാണ്. ബ്രേക്ക് ക്യാം തേമാനം വന്നിട്ട് അതിൻ്റെ സൗണ്ട് കാണിക്കുന്നുണ്ട്. ബാക്കിലത്തെ ഇത് ഫൈബറാണ് ഈ കവർ കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ 2 ബോൾട്ട് വേണം നിൽക്കാം. ഇത് മെറ്റൽ ബോഡിയാണ്, അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല നിലവിൽ കേട്ടോ. ജസ്റ്റ് നോക്കി, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ഈ അടിഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടി നിൽക്കുന്നുണ്ട് ഇവിടെ, അതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. അത് കുഴപ്പമുള്ള കേസല്ല. നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചു. ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് കമ്പനി ലൈൻഡർ കിടക്കണേ. ബ്രേക്കിൻ്റെ ക്യാം ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ഗിയർ ഓയിൽ നോക്കിയിരുന്നു, നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ, ഗിയർ ഓയിൽ. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്, നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം, വലിയ മോശമൊന്നും ആയിട്ടില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചതാണ്. ബെൽറ്റൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ. ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവും പുതിയതാണ് നമുക്ക് കിടക്കുന്നത്. റോളറൊക്കെ പഴയതാണ്, പക്ഷേ എന്നാൽ പോലും വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ ക്ലച്ചിനകത്ത് പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, റീസെറ്റ് ആക്കാം. ബെൻഡെക്സിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഈ ഭാഗത്തൊക്കെ വേറെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് അത്യാവശ്യം അടുത്ത സർവീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടാക്കാം. ഏകദേശം ഒരു 50 താഴെ നമുക്ക് കോസ്റ്റ് ഉണ്ടുള്ളൂ. പ്ലഗും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. തീരെ മൈലേജ് ഷോട്ട് വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല, കാരണം അതിൻ്റെ ഈ പോയിൻ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ സൈഡ് ഗോൾഡൻ ഷെയ്ഡിലിരിക്കണേ. അങ്ങനെ തീരെ മൈലേജ് കുറവൊന്നുമില്ല. അത്യാവശ്യം നമുക്കതൊന്ന് ട്യൂണിങ്ങിലേക്ക് കറക്റ്റ് ആക്കിയിട്ടേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും നമ്മളൊന്ന് അഴിച്ച് ക്ലീനിങ് ഒക്കെ നടത്തും. ആ ബ്രേക്ക് ക്യാമിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. ടയറിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് പുതിയ ടയർ അടക്കണേ. വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മീറ്റർ കേബിൾ ഒടിഞ്ഞു വയ്ക്കണതാണ്. അപ്പോൾ അതിൻ്റെ കേബിളിൻ്റെ ഒരു ചെറിയ പീസ് മീറ്റർ മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുക. ഇതുണ്ടോ, ഊരി കിട്ടണം, നല്ല ടൈറ്റാണ്. ഞാനത് അതിൻ്റെ WD-40 ഒക്കെ അടിച്ച് വെച്ചേക്കണതാണ്. അഴിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ മാറ്റി റീസെറ്റ് ആക്കാം. ഒരുപാട് ബലം പിടിക്കാനും പറ്റില്ല. ഇതൊരു പാനലിൽ വേണം അതിൻ്റെ മെക്കാനിക്സ് ഇരിക്കുക. നമ്മൾ ഒരുപാട് ബലം പിടിച്ച് തട്ടമുട്ടൊക്കെ ചെയ്താൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഊരി കിട്ടുകയാണെങ്കിൽ നമുക്ക് കേബിൾ കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ തൽക്കാലം സ്കിപ്പ് ചെയ്തിടാം. പിന്നെ നമ്മൾ മാറ്റണമെന്നിട്ട് മീറ്റർ മെക്കാനിക്സ് അസംബ്ലി ഫുള്ളായിട്ട് മാറ്റണം. അപ്പോൾ പരമാവധി റെഡിയാക്കാൻ പറ്റുമെങ്കിൽ റെഡിയാക്കി ഇട്ടേക്കാം കേട്ടോ. കാരണം നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടാണ് ചെയ്തു പോകേണ്ടത്. ശരി, എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കേസൊക്കെയാണ്, പക്ഷേ ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പരമാവധി ഞാൻ റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ബാറ്ററി നമുക്കിത് വരും 2025 ബാറ്ററി ഉണ്ടോ, പുതിയ ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.12. ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുന്നത് എഞ്ചിൻ ഓയിലിൻ്റെ കേസ് തീരെ മോശമാണ്, കാരണം ഞാൻ ഓയിൽ ലെവൽ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പുകയുടെ പ്രശ്നമൊക്കെ ഉണ്ടോ എന്നുള്ള ദിവസം നോക്കാമേ. പുകയുടെ പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം മൈൻഡ് ചെയ്യാണ്ടിരിക്കണം നല്ലത്, കാരണം മാസ്റ്റർ എഡ്ജാണ്. നമുക്ക് ഈ പറഞ്ഞ രീതികൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ഈ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇതിൻ്റെ സക്സസ് റേഷ്യോ വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ എഞ്ചിൻ വർക്ക് ചെയ്താൽ പോലും ചില കേസിൽ റിപ്പീറ്റ് കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസമൊക്കെ ആകുമ്പോൾ വീണ്ടും ലെവൽ ചെക്ക് ചെയ്യുക. അത് മെയിൻ സ്റ്റാൻഡും വെച്ച് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്ന ദിവസമുള്ളൂ. മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് ആ സ്റ്റിക്കിൻ്റെ അടിഭാഗത്ത് തന്നെ ഓയിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് കുറവുണ്ടെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. പരമാവധി അങ്ങനെ കൊണ്ടുനടക്കാം. പിന്നെ കാര്യമായിട്ടുള്ള ഓയിൽ പുകയുടെ പ്രോബ്ലം കാണിച്ച് കംപ്രഷൻ ലീക്കായിട്ട് വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ അഴിക്കാതെ മാറില്ല. അപ്പോൾ അത് നോക്കാം, ഒരു രക്ഷയിലേക്ക് മാത്രം അഴിച്ചാൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഞാനത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും വീഡിയോസും ഇതൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.